ഹലോ. അപ്പം നമ്മുടെ കല്യാണിക്കുട്ടിയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ അവൾ ഒരുക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പം ഇന്ന് പൂക്കളം ഇടുന്നതൊക്കെ ആകെ അതോ ഗതിയിലായിട്ട് നിൽക്കുന്നത്. ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു കേട്ടോ എനിക്ക്. അത് കാരണം മേലൊക്കെ കഴുകിയിട്ടുള്ളൂ, കുളിക്കാത്ത പോലെയൊക്കെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയുടെയും കല്യാണിയുടെയും കുളിയൊക്കെ കഴിഞ്ഞു. രണ്ടാളെയും മേലെ തന്നെ കഴുകിച്ചുള്ളൂ. കല്യാണിക്ക് പനി വന്ന് മാറിയിട്ട് അധികം ഇല്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാലേ നല്ല മഴയുണ്ട്. എനിക്ക് കണ്ണനെ എടുത്തിട്ട് ആ ചെളി പിടിച്ച വഴി കൂടെയൊക്കെ പോകാനായിട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടുകാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടുവിനെ വിളിച്ചിട്ട് കണ്ണൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണിക്ക് കുറച്ച് പൂവൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കവറിലാക്കി കൊടുത്ത് ഞങ്ങളിങ്ങനെ കുട്ടുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കുട്ടുവിൻ്റെ അടുത്താകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലേ, കാണാൻ ഇഷ്ടമാണ്. നമ്മൾ ടോക്കിംഗ് ടോമിനെയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഇരുത്തിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് കുട്ടുവിനെ നിന്ന് എത്തിച്ചൊക്കെ നോക്കുന്നതാണ് കേട്ടോ കല്യാണി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടു വന്നു കേട്ടോ. കുട്ടു വന്നപ്പോൾ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞിരുന്നോളാം, കണ്ണൻ ചേട്ടൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവർ ടോക്കിംഗ് ടോമൊക്കെ വെച്ച് റൂമിലിരുന്നു കേട്ടോ. കണ്ണന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ ഞാൻ അവനെ കൊണ്ടുപോകാണ്ടാണ് പോകുന്നതെന്ന്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. ചിലപ്പോൾ അതൊക്കെ മതിയിട്ട് ആൾക്ക് വാവിട്ട് കരയാനായിട്ട്. പിന്നെ പിള്ളേരുകളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവനെ കൊണ്ടുപോകാതെ പോയത് നന്നായി എന്ന് എനിക്ക് തോന്നണേ. കല്യാണിയും കോടയും കണ്ണനെയൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ബോഡി പെയിനും നടക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര ബോഡി പെയിൻ, തൊണ്ടവേദന ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പൂക്കളിടാനായിട്ട് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഒക്കെ വലിച്ചു വാരി എടുത്തിട്ട് ഇടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്നലെ പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞിക്കള്ളിടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വിശന്നിട്ട് മക തളർന്നിട്ടൊന്നും വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് അത്രയും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യ, അപ്പോൾ കണ്ണനൊന്ന് നോക്കുകയാണെങ്കിൽ ഉപകാരമാണല്ലോ. അങ്ങനെ അച്ഛനും അമ്മയെ കൊണ്ടുവന്നാക്കി. അമ്മ ഉച്ചയാകുമ്പോഴേക്കും പോകും കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ അടിക്കലും തുടക്കലും മാത്രമേ പണി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അടുക്കളയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അടിച്ചിട്ടപ്പോൾ അമ്മ വേഗം തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റണില്ല, അതാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം അമ്മ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടീനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ചേരം ഒന്ന് കിടന്നു കേട്ടോ. അപ്പോൾ പനി പിടിച്ച് വിശാഖമായി പോയി ഇന്നത്തെ ദിവസം.